മാഷേ നമസ്കാരം. നമസ്കാരം. ഇടുക്കിയിലെ CPM-ൻ്റെ പ്രമുഖ നേതാവും സംസ്ഥാന തലത്തിൽ തന്നെ പ്രമുഖ നേതാവായിട്ടുള്ള MM മണി, മണിയെപ്പറ്റി മണിയാശാൻ എന്നാണ് അവർ വിളിക്കുന്നത്. അദ്ദേഹത്തെപ്പറ്റി പറയാനുള്ള എന്താണ്, അദ്ദേഹത്തെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശൈലി കൊണ്ട് പ്രസിദ്ധനായ വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് വീണ്ടും ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കണം, അതുപോലെ തന്നെ കായികപരമായി നേരിടുന്നതിൽ പാർട്ടി കുറച്ച് പുറകോട്ടാണിപ്പോൾ, അത് ശരിയല്ല, അത് ചില കാര്യങ്ങളിലൊക്കെ കായികപരമായിട്ട് തന്നെ നേരിടണം, അത് എന്ത് തരത്തിലുള്ള വിമർശനം വന്നാലും അതിനെ നേരിടണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അടിച്ചാൽ അടിക്കണം, വെട്ടിയാൽ വെട്ടണം എന്നുള്ളതും അതിനൊപ്പം തന്നെ ചില കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് കയറി അടിക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. ഇതൊരു വലിയ അക്രമ രാഷ്ട്രീയത്തിന് അദ്ദേഹം പിന്നെ ഇങ്ങനെ പറഞ്ഞതാണ്. അക്രമ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താ പറയുക, അതിന് ഈ പൊതുയോഗത്തിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തതാണ് എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ അഭിപ്രായങ്ങൾ വരുന്നത്. മാഷ്ക്ക് എന്താ തോന്നുന്നത്? അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആ വാചകങ്ങൾ എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷേ മണിയനാശാൻ്റെ ശൈലി ഇതാണ്. മണിയനാശാൻ ഇന്നും എന്നും എക്കാലത്തും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ, പ്രവർത്തിച്ചിട്ടുള്ളൂ. കാരണം പഴയ കാലത്തെ ഇടുക്കിയുടെ ഒരു രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ദുരിതമനുഭവിക്കുന്നതായിട്ടുള്ള തോട്ടം തൊഴിലാളികളുടെ ജീവിതത്തിൽ ഒപ്പം നിന്ന ഒരാളായിരുന്നു മണിയനാശാൻ. അപ്പോൾ അവർ നേരിട്ടിരുന്നത് ഈ തോട്ടം തൊഴിലിടങ്ങളിലെ കങ്കാണിമാർ, പ്രമാണിമാർ, അതേപോലെ തന്നെ സ്ത്രീകളുടെ ചരിത്രം കവർന്നെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വലിയ മുതലാളിമാർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ കാലം, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ളൊരു കാലം. അതിനോട് എതിരിട്ട് അവർക്കൊരു ജീവിതം സാധാരണ മനുഷ്യരുടെ പോലെ ലഭ്യമാക്കുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ഇപ്പോഴും മണിയനാശാൻ. അതാണ് മണിയനാശാൻ്റെ പ്രശ്നമായിട്ട് എനിക്കെപ്പോഴും തോന്നിയിരുന്നത്. അതുകൊണ്ട് ഇപ്പോഴും മണിയനാശാൻ പറയും അടിക്കണം എന്ന് പറയും. അപ്പോൾ ഈ അടിക്കണം എന്ന് പറയുന്നത് അക്കാലത്ത് അടിക്കേണ്ടത് ആവശ്യമായ ഘട്ടങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവരെ ഇങ്ങനെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന സമയത്ത് ആരോട് പറയാൻ? ആരോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ആരും കേൾക്കില്ല. എല്ലാവരും ഇങ്ങനെ ഈ പീഡനത്തിന് വിധേയമായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്യുന്നത്. മാനവ മര്യാദയുമായിട്ട് സ്ത്രീകൾക്കൊന്നും, ഈ തൊഴിലാളി സ്ത്രീകൾക്കൊന്നും ജീവിക്കാൻ പോലും കഴിഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് മാനം കൊടുക്കാൻ, മര്യാദ കൊടുക്കാന്നൊക്കെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനത്തിൻ്റെ ഒരു കാലമാണ്. ആ അടിച്ച് തന്നെയാണ് അവിടെ അവരുടെ ജീവിതം വീണ്ടെടുത്തത് എന്നുള്ളതാണ്. അതിൻ്റെ ഹാങ് ഓവറിലാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് പറയുന്ന ഈ വാക്കുകൾ ഇന്നത്തെ കാലത്തെ നമുക്ക് രാഷ്ട്രീയത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതേ അല്ല. കാരണം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം വളരെയധികം മാറി. ജെന്റിൽമാൻ പൊളിറ്റിക്സ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് നമ്മളുടെ രാഷ്ട്രീയം മാറി. പെരുമാറ്റത്തിൽ അങ്ങനെയാണല്ലോ. കാരണം ഇപ്പോൾ ഈ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സരിൻ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിന് കൈ കൊടുക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് അയാൾ കൈ പിൻവലിച്ചു, അല്ലെങ്കിൽ കൈ കൊടുത്തില്ല എന്ന് പറയുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ ചർച്ച നടക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നു. കാരണം എല്ലാവരും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പൊതിഞ്ഞ് പുഞ്ചിരിച്ച് പഞ്ചാരയായിട്ട് ജീവിക്കുന്ന ഒരു കാലമാണ്. അത് മണിയനാശാന് പരിചയമുള്ളൊരു കാലമല്ല. അതായത് എതിർപ്പുണ്ടെങ്കിലും എന്തു ചെയ്യുന്നു, അത് നേരിട്ട് കാണുന്ന സമയത്തും അതേപോലെ തന്നെ പൊതുവേദിയിലും പ്രകടമാക്കാതിരിക്കുക, അത് മാന്യതയുടെ അടയാളമായിട്ട് കണക്കാക്കപ്പെടുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ മണിയനാശാനൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരിന് അടിയുള്ളൂ CPM-ലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത്. മണിയനാശാൻ്റെ ശൈലിയിലാണ് എങ്കിൽ, അതുപോലെ തന്നെ CPM-ൽ നിന്ന് ഇപ്പോൾ BJP-യിലേക്ക് പോയ ആളുകളെ മണിയനാശാൻ അന്വേഷിച്ചാലും തല്ലും. അതാണ് മണിയനാശാൻ്റെ ശൈലി എന്ന് പറയുന്നത്. അതൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളിന്ന് കുറേ കൂടെയൊക്കെ മാറിയ ഒരു രാഷ്ട്രീയം, അത് നല്ലതാണോ ചീത്തയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് നല്ലതല്ലെന്ന് പറയേണ്ടി വരും പല കാര്യങ്ങളിൽ. കാരണം ഒരു മൂല്യവ്യവസ്ഥ തകർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ ഒരു വശത്തുണ്ട്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് നല്ലതെന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല. പക്ഷേ മാന്യമായ പെരുമാറ്റം, അഭിപ്രായം മാറാനായിട്ടുള്ള, പാർട്ടി മാറാനായിട്ടുള്ള അഭിപ്രായം എന്നൊക്കെ ഉള്ളത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. ജനാധിപത്യ സംവിധാനത്തിന് ഒരു പാർട്ടിയുടെ പ്രവർത്തനം ശരിയല്ല എന്ന സമയത്ത് ആ പാർട്ടി വിട്ടുപോകാനായിട്ടുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ പാർട്ടി വിട്ടുപോകുന്നതും പാർട്ടി മറ്റൊരു പാർട്ടിയിലേക്ക് കയറുന്നതൊക്കെ അങ്ങനെയുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ അസ്വീകാര്യതയുടെ ഭാഗമായിട്ടല്ല. ഇവിടെ അധികാരത്തിൻ്റെ ഭാഗമാണ്. എങ്ങനെ കസേര നേടാം എന്നുള്ളതിൻ്റെ പേരിൽ അധികാര ആർത്തിയും ഭാഗ്യാന്വേഷണവുമാണ് ഈ രാഷ്ട്രീയ നേതാക്കളെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലിപ്പിക്കുകയും സഞ്ചരിപ്പിക്കുകയും ചാഞ്ചാട്ടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏത് ക്യാൻവാസിൽ പരിശോധിച്ചാലും, നമ്മൾ വളരെ വിശാലമായിട്ടുള്ളൊരു ഡെമോക്രാറ്റിക് ക്യാൻവാസിൽ അത് പരിശോധിച്ച് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല, അത് ചീത്തയാണ്. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പുലർത്തുക,
അതിനൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, ഇതിനേക്ക് അംഗീകരിക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യം. മണിയൻ ആശാൻ പക്ഷേ അതങ്ങനെ സ്വീകരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് മണിയൻ ആശാൻ പറയുന്നത് അടിക്കണം, പക്ഷേ അടിച്ചു കഴിഞ്ഞാൽ അത് കാണുന്നവരും കേൾക്കുന്നവരും പറയണം അടിച്ചത് നന്നായി എന്ന് വെച്ചാൽ അടിക്കേണ്ടത് ആരെയാണ്? അടിക്കൊള്ളേണ്ടവന് മാത്രമേ അടിക്കാൻ പാടുള്ളൂ, ഇല്ലാത്തവനെ അടിക്കാൻ പാടില്ല. അതാണ് പ്രശ്നം. പക്ഷേ ഇപ്പോൾ ഈ പാർട്ടിയുടെ പ്രവർത്തനം ഗുണ്ടായിസമാണ്. അപ്പോൾ പാർട്ടി പറഞ്ഞ കേൾക്കത്തതിനൊക്കെ പിടിച്ച് തല്ലിയാണ് ചെയ്യുന്നത്. അത് ഇനി ആർക്കും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. അതാണല്ലോ അവരുടെ അധികാര പ്രമത്തത എന്ന് പറയുന്നത്. മറ്റതങ്ങനെയല്ല. ഈ പോരാട്ടത്തിൻ്റെ ഒരു കാലത്ത് പീഡിതർക്കൊപ്പം നിൽക്കുന്ന സമയത്ത്, പാർശ്വവൽക്കൃതർക്കൊപ്പം നിൽക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ അടിക്കേണ്ടി വരുന്നത് അവരെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ശക്തിക്കെതിരെയാണ്. ആ ശക്തിക്കെതിരെ അടിച്ചാൽ അന്ന് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറയും അത് നല്ലതാണ്, ഇനിയും അടിക്കണം എന്ന് പറയും. അതിൻ്റെ ഒരു പ്രതിധ്വനി മാത്രമായിട്ടാണ് മണിയനാശൻ്റെ ശബ്ദം ഇപ്പോൾ വന്ന് വീഴുന്നത്. പക്ഷേ അത് വീഴുന്ന കാലഘട്ടവും വീഴുന്ന കാതുകളും എന്ന് പറയുന്നത് വേറെയാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും മണിയനാശാൻ ഉദ്ദേശിക്കുന്ന ഒരർത്ഥത്തിൽ അതിനെ ഇന്നത്തെ നമ്മുടെ സമൂഹം സ്വീകരിക്കില്ല. അത് വളരെ മോശമായ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഗുണ്ടായുസത്തിൻ്റെ വാക്കുകളായിട്ട് ആളുകൾ എന്ത് ചെയ്തു കേൾക്കുകയുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ശരി, മണിയനാശാനാണ് ഇപ്പോൾ എന്ത് ചെയ്യേണ്ടത്, തിരുത്തേണ്ടത്. മാറിയ കാലത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് പഴയ കാലത്തിൻ്റെ ഒരു പ്രതിധ്വനിയായിട്ട് അതിൻ്റെ ഒരു എന്താണ് നമ്മൾ പറയില്ല, അതിൻ്റെ ഒരു മെഗഫോൺ അതായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ കേരളം മുഴുവനും അത്തരത്തിൽ സംസാരിക്കുന്ന ആളുകൾക്ക് എതിരാണ്. പാർട്ടിക്കെതിരായിട്ട് വരും. അതല്ല, ഇപ്പൊ പാർട്ടി പോലും പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തി പോകണം. ഇപ്പം മാർക്സിയൻ തത്വശാസ്ത്രം തന്നെ നവീകരിക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ മാർക്സ് എഴുതിയ മൂലധനവും അതിലെ ആശയങ്ങളും മാറുന്ന കാലഘട്ടത്തിൽ അതിനോട് അനുസൃതമായിട്ട് മാറ്റിക്കൊണ്ടു പോകണമെന്ന് അഭിപ്രായപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകൾ വരെ ഉള്ള നാടാണിത്. അപ്പം ഈ അക്രമങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ഈ വ്യക്തി വൈരാഗ്യങ്ങൾ, ഈ രാഷ്ട്രീയത്തിലൂടെ വരുന്ന വൈരാഗ്യങ്ങളെയും ഒന്നും അങ്ങനെ ആളുകൾ ഇപ്പോൾ ഓൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിക്കുന്നില്ല. ഇപ്പം കണ്ണൂർ പൊളിറ്റിക്സ്, കണ്ണൂരിൽ വെട്ടും കുത്തുമായിരുന്നൊരു പൊളിറ്റിക്സ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പാടെ നിലയ്ക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ കണ്ണൂർ പൊളിറ്റിക്സിലും ഈ പരസ്പരം ഇടി ആ ഒരു സംഭവമില്ല. അതിന് തുടർന്ന് ഇങ്ങോട്ട് കേരളത്തിലെ ഓരോ സ്ഥലങ്ങളെടുത്ത് പരിശോധിച്ചാലും പണ്ടൊക്കെ ഭയമായിരുന്നു, ഒരു പ്രശ്നം വന്നാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു. ഇന്ന് പരസ്പരമുള്ള അടിയുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ കാലഘട്ടം ഒരുപാട് അവസാനിച്ചിരിക്കുന്നു. ഹർത്താലുകൾ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സമയത്തല്ലേ മാഷെ ഇപ്പം ഈ പറഞ്ഞ ആ സമയത്ത് ഈ മണിയാശാൻ പറഞ്ഞൊരു കാര്യത്തെ നമുക്ക് അത്രമാത്രം അങ്ങ് അനുകൂലിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല, അത് ഓൺ ചെയ്യാൻ പറ്റില്ല, അത് അനുകൂലിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് സംസാരിക്കേണ്ടതല്ല അത്. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് മാറിപ്പോയ സമൂഹമാണ്. അത് മണിയനാശാൻ്റെ സമൂഹമല്ല. അതാണ് പ്രശ്നം. മണിയനാശാൻ ജീവിച്ച ഒരു കാലമുണ്ട്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം. അന്നത്തെ രാഷ്ട്രീയത്തിൽ ആ വാചകങ്ങളൊക്കെ പ്രസക്തമായിരുന്നു, ആവശ്യമായിരുന്നു. കാരണം ഈ തൊഴിലാളികളും അതേപോലെ തന്നെ അധസ്ഥരായിട്ടുള്ള ആളുകൾ തല്ലുകൊള്ളുകയും അവരുടെ മാനം അവരിൽ നിന്ന് മോഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നൊരു കാലമാണ്. ആ സമയത്ത് അങ്ങനത്തെ വാക്കുകൾ മാത്രമല്ല, അങ്ങനത്തെ പ്രവൃത്തികളുമൊക്കെയാണ് സ്വാഭാവികമായിട്ട് നടന്നിരുന്നത്. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇപ്പം മാറുമ്പോൾ എന്ത് വേണം? മാറുമ്പോൾ അതിനനുസരിച്ച് മാറണം, പ്രത്യേകിച്ച് നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികൾ. ആ മാറ്റം പക്ഷേ നമുക്ക് മണിയനാശാനിൽ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കേരളം മുഴുവനും ഈ മണിമുഴക്കത്തിനെതിരെ എപ്പോഴും വലിയ പ്രതിഷേധം വരുന്നത്. കാരണം ഇതിപ്പോൾ ഒരു പ്രാവശ്യമല്ല, എത്രയോ പ്രാവശ്യമാണ് ഈ മണിമുഴക്കം കേട്ട് കേരളം ഞെട്ടിയതും അതേപോലെ തന്നെ പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കാനായിട്ട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തത്. കാരണം അത് ഇന്നത്തെ രാഷ്ട്രീയത്തിന് അസ്വീകാര്യമായിട്ടുള്ള ശബ്ദമാണ്. അതിനെ ഒരിക്കലും അങ്ങനെ അംഗീകരിക്കില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷേ മണിയനാശാൻ്റെ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹം മന്ത്രിയായിട്ട് പോലും ആ ജീവിതമൊന്നും അങ്ങനെ മാറിയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് അദ്ദേഹം ആഘോഷിക്കുകയോ അതേപോലെ തന്നെ പണം വാരിക്കൂട്ടുകയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അയാൾ പഴയതുപോലെ തന്നെ ഇങ്ങനെ ജീവിച്ച് നടക്കുന്നു, അതുപോലെ പഴയതുപോലെ സംസാരിച്ചിറങ്ങുന്നു. പക്ഷേ അത് സമൂഹത്തിന് അംഗീകരിക്കാനായിട്ട് പറ്റുന്നൊരു കാര്യമല്ല. പാർട്ടി അതിനെ ഓൺ ചെയ്യാൻ സാധ്യത കുറവാണ്. അദ്ദേഹം പാർട്ടി പലപ്പോഴും പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാടൻ ശൈലിയിൽ പറയുന്നു എന്നാണ്. ഒരാളെ തല്ലിക്കൊന്നു, ഒരാളെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിൻ്റെ ഒരു കേസ് വരെ ഉണ്ടായി. പിന്നെ നമ്മുടെ പെമ്പിളെ ഒരുമയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് എന്നുള്ള നിലയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം അടുത്ത് പോലും പെട്ടെന്ന് വെട്ടിത്തുറന്ന് അദ്ദേഹം ആ നാടൻ ഭാഷയിൽ അങ്ങ് പറയും. പക്ഷെ പറയുമ്പോൾ അതിൻ്റെ സ്ട്രോങ്ങും അതിൻ്റെ ഒരു കൾച്ചറില്ലായ്മ ഞാൻ ഉദ്ദേശിച്ചത് ഒരു പൊതു വേദിയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് പറയേണ്ട വാക്കുകളല്ലാതെ വരുന്നു. അല്ല, ഈ കൾച്ചറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സാംസ്കാരിക സമ്പന്നരായ രാഷ്ട്രീയ നേതാക്കളെന്ന് പറയുന്നവർ
അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ വളരെ വൃത്തികെട്ട പ്രവർത്തികളാണ്. പക്ഷേ പൊതുമുഖത്ത് അവരെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതൊക്കെ പുട്ടിയൊക്കെ ഇട്ട് മനോഹരം സുന്ദരമായിട്ട് അവതരിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. പക്ഷേ മണിയനാശാൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതെ, അദ്ദേഹത്തിൻ്റെ രീതി, പക്ഷേ ആ രീതികൾക്ക് സ്വീകാര്യതയില്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അംഗീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സത്യസന്ധമായിട്ട് ഈ എന്താണ് നമ്മൾ സാംസ്കാരിക പ്രബുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്ന ആളുകളും നല്ല രീതിയിൽ പെരുമാറാണ്. അതായിരുന്നു നമുക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള കാര്യം. കാരണം അവർ നല്ല രീതിയിൽ പെരുമാറുന്നു, നല്ല രീതിയിൽ സംസാരിക്കുന്നു, അതാണ് നമുക്ക് സ്വീകാര്യമായ. നല്ല രീതിയിൽ സംസാരിക്കണം, നല്ല രീതിയിൽ പെരുമാറണം, നല്ല രീതിയിൽ അവർ ജീവിക്കണം. ഇതൊക്കെയാണ് നമ്മളുടെ നേതാക്കൾ എന്ന നിലയ്ക്ക് ഇവരെ വെക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കും. അതിനെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയല്ല ഈ മണിയനാശാൻ്റെ പ്രസംഗങ്ങളിൽ സാധാരണയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ അധ്വാനിച്ചൊക്കെ ജീവിക്കുന്നവരാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകള് അവിടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട്, ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ വനിതാ ഏരിയ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് പോലും ചെയ്തിട്ടുണ്ട്. അവിടെ അത് നമ്മൾ മറ്റ് മന്ത്രിമാരുടെ മക്കളെ അന്വേഷിച്ച് നടന്നാൽ ഇങ്ങനത്തെ മക്കളെ കാണില്ല. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ജീവിത രീതിയും അതിൻ്റെ പ്രതിഫലനമൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആർക്കാണ് അംഗീകരിക്കാൻ പറ്റുക? ഒരാൾക്കും അംഗീകരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ള അല്ല, അംഗീകരിക്കാൻ പറ്റില്ല. പുതിയൊരു കാലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വാക്കുകൾ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നോ നേതൃപദവിയിൽ നിന്നുള്ള ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ അധ്യാപകരെ പോലെയുള്ള ആളുകളിൽ നിന്നോ ഒന്നും സമൂഹം പ്രതീക്ഷിക്കുന്നില്ല. സമൂഹത്തിന് ഇത് വേണ്ട. ഇത് സമൂഹം വൃത്തികെട്ടതും അതേപോലെ തന്നെ തള്ളിക്കളയേണ്ടതുമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണത് അസ്വീകാര്യമായി തീരുന്നത്. പക്ഷേ നമുക്കിത് അവസാനിപ്പിക്കാം. അപ്പോൾ അങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളുകൾ പുറമെ പുട്ടിയിട്ട് വളരെ മനോഹരമായി നടക്കുകയാണെങ്കിൽ അതിനെ സമൂഹം ഒന്നും പറയാതിരിക്കുകയും, ഇപ്പം മണിയാശാനെ പോലുള്ള ആളുകൾ ഇത് പറയുന്നത് തെറ്റ് തന്നെയാണ്, പക്ഷെ അങ്ങനെ തെറ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഉപദ്രവമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തെ വളരെ മോശമാക്കുകയും ചെയ്യുന്നൊരു സംസ്കാരം കൂടെ ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം. അതുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ആവശ്യപ്പെടുന്നതും നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളത്. മറ്റേ വശങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയാവുന്നതിൻ്റെ പേരിൽ നമ്മൾ പറയുന്നു. മാത്രമല്ല എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും അദ്ദേഹം ഈ വളരെ അധസ്ഥിതനായിട്ടും മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ അതൊന്നും ഇതിന് ന്യായീകരണമല്ല. ഇങ്ങനത്തെ സംഭാഷണങ്ങൾ ഒരിക്കലും ഈ പൊതുസമൂഹത്തിൽ വന്ന് വീഴാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും തിരുത്തേണ്ട. തീർച്ചയായും ഇദ്ദേഹം ഒരിക്കലും അങ്ങനെ തിരുത്താനായിട്ട് സാധ്യതയുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ഈ മണിമുഴക്കം അദ്ദേഹം ജീവിക്കുന്നിടത്തോളം കാലം ഇടയ്ക്കിടയ്ക്ക് കേരളം കേൾക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും.